ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഡൽഹിയിൽ പോയി സമരം നടത്തുന്നതെന്ന് BMS ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിക്കും CPM-നും തൊഴിലാളി സ്നേഹം എന്നത് അരോചകമായി മാറി. രാജ്യത്ത് സമ്പന്നരായ മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയൻ നാലാമതാണെന്നും അദ്ദേഹം പറഞ്ഞു. BMS 20ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം പാലക്കാട് കോട്ടമൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാൽ തൊഴിലാളികൾ പങ്കെടുത്ത ശക്തി പ്രകടനത്തോടെയാണ് ഭാരതീയ മസ്ദൂർ സംഘം 20ാം സംസ്ഥാന സമ്മേളനത്തിന് പാലക്കാട് തുടക്കമായത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മൈതാനിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോട്ട മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം BMS ദേശീയ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് ഡൽഹിയിൽ പോയി സമരം നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാസിസ്റ്റുകൾക്കെതിരെ പറഞ്ഞ CPM ഏറ്റവും വലിയ മുതലാളിത്ത പാർട്ടിയായി മാറി. കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. മൂലധന ശക്തികൾക്കെതിരെ നിരന്തരമായി സമരം നയിച്ച പാർട്ടി ഇന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും സമ്പന്നമായ പാർട്ടിയായിട്ട് മൂലധന ശക്തികൾക്കെതിരെയും ഫാസിസ്റ്റുകൾക്കെതിരെയും സമരം ചെയ്ത സംഘടന ഇന്ന് ഏറ്റവും വലിയ സമ്പന്നമായ പ്രസ്ഥാനമായി തൊഴിലാളികളെ കൈവിട്ട് അതീവ സമ്പന്നന്മാരുടെ പിഴയാളുകളായി അവരുടെ സംരക്ഷകരായിട്ട് മാറുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. 7.5 വർഷമായി CITU, AITUC എന്നീ ഇടതു തൊഴിലാളി സംഘടനകൾ സമരരംഗത്തില്ല, പകരം അടിമച്ചങ്ങലയ്ക്ക് നിൽക്കുകയാണ്. എന്നാൽ BMS തൊഴിലാളി സമൂഹത്തിന് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരായാലും മോദി സർക്കാരായാലും തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ചാൽ BMS അതിനെതിരെ സമരരംഗത്ത് ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളെ വോട്ട് നേടിക്കൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കപട രാഷ്ട്രീയം മറന്നുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ BMS-ലേക്ക് വരുന്ന ആവേശദായക അന്തരീക്ഷം കേരളത്തിലെ തൊഴിലാളി മേഖല ദൃശ്യമാകണം. ഇത് നിശബ്ദമായ വിപ്ലവമാണ്. BMS സംസ്ഥാന അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച പരിപാടികൾ ദക്ഷിണ ക്ഷേത്രീയ സംഘടനാ സെക്രട്ടറി ദുരൈ രാജ്, സഹസംഘടനാ സെക്രട്ടറി MP രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ രാവിലെ 10-ന് പ്രതിനിധി സമ്മേളനം ദേശീയ ജനറൽ സെക്രട്ടറി രവീന്ദ്ര ഹിംതെ ഉദ്ഘാടനം ചെയ്യും. ജനം, പാലക്കാട്.